എൻ്റെ പൊന്നു മച്ചന്മാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്തെ ലുലു മാളിലെ ഫൻറ്റൂറയിലെ റൈഡുകളും അതിൻ്റെ റേറ്റും, പിന്നെ ആദ്യമായിട്ട് നമ്മൾ കാർഡ് എടുക്കുമ്പോൾ ആദ്യം എത്ര അടയ്ക്കണം, അങ്ങനെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ആദ്യമായിട്ട് കാർഡ് എടുക്കുന്നവർ 708 രൂപ പേ ചെയ്ത് വേണം കാർഡ് എടുക്കാൻ. അതിൽ നമുക്ക് 600 രൂപയാണ് ഗെയിം കളിക്കാൻ വേണ്ടി ആഡാകുന്നത്. ഒരു തവണ കാർഡ് എടുത്താൽ പിന്നെ കാർഡ് എടുക്കേണ്ടതില്ല. 5 വർഷമാണ് ആ കാർഡിൻ്റെ വാലിഡിറ്റി വരുന്നത്. അടുത്ത തവണ വരുമ്പോൾ കാർഡിൽ അവർ ഓരോരോ ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് റീചാർജ് ചെയ്താൽ മാത്രം മതി. ഞങ്ങൾ പോയ സമയത്ത് നല്ല ഓഫറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ ഓരോരോ റൈഡുകളും അതിൻ്റെയൊക്കെ റേറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കിയാലോ. മാർച്ചിൽ അവർ നല്ല ഓഫറാണ് കൊടുക്കുന്നത്. അതിൻ്റെ മെനു ആണ് ഇതാ കാണുന്നത്. ഇനി നമുക്ക് അവിടുത്തെ ഓരോരോ ഗെയിംസും അതിൻ്റെ റേറ്റും പരിചയപ്പെടാം. ഈ കാണുന്ന ഗെയിമില്ലേ, അവിടെ കിടക്കുന്ന ഈ ടോയ്കളെ ഹാങ് ചെയ്ത് താഴേക്ക് വീഴാതെ കൊണ്ടുവരണം. ആ കിട്ടുന്ന ടോയ് നമുക്ക് തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് വെറും 100 രൂപ മാത്രമാണ്. പിന്നെ വേറൊരു കാര്യം, ഇത് കളിക്കുന്നവർ സൂക്ഷിച്ച് കളിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് പോകണം അറിയത്തേയില്ല. അപ്പോൾ ഗൈസ്, ഈ കാണുന്ന VR എസ്കേപ്പ് റൂം എന്ന് പറയുന്ന ഗെയിം ഒരു അടിപൊളി ഗെയിമാണ്. തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു ഗെയിം തന്നെയാണിത്. ഇതിന് റേറ്റ് വരുന്നത് 150 രൂപയാണ് ചാർജ് വരുന്നത്. അതുപോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഗെയിം. ഇതിനും ചാർജ് വരുന്നത് 125 രൂപയാണ്. ഇതാണ് ഇവിടുത്തെ ട്രാംബോളിംഗ് പാർക്ക്. ഏകദേശം 7-8ഓളം ഗെയിംസാണ് ഇവിടെ ഉള്ളത്. നമുക്ക് അരമണിക്കൂറുടെ സ്പെൻഡ് ചെയ്യാം. 550 രൂപയാണ് ചാർജ് വരുന്നത്. മിക്ക ആൾക്കാർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു ഗെയിമാണ് ഈ കാണുന്ന ഹോഴ്സ് റൈഡ്. ഇതിന് ചാർജ് വരുന്നത് 150 രൂപയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ എല്ലാ ഗെയിംസിൻ്റെയും പേരൊന്നും അറിയത്തില്ല. അറിയുന്ന ഗെയിംസുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഈ കാണുന്ന ഗെയിംസിന് 150 രൂപയാണ് ചാർജ് വരുന്നത്. 120 രൂപയാണ് മാജിക് ബോക്സ് കളിക്കാൻ ചാർജ് വരുന്നത്. ഈ കാണുന്നത് മിക്ക ആൾക്കാരും പകുതിയിൽ വെച്ച് തന്നെ നിർത്തി പോകുന്നൊരു ഗെയിമാണ്. കുറച്ച് ടഫാണ് ഇത് കളിക്കാൻ. ഇതിന് ചാർജ് വരുന്നത് 150 രൂപയാണ്. അതുപോലെ തന്നെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തരുന്നൊരു ഗെയിമാണിത്. 150 രൂപയാണ് ചാർജ് വരുന്നത്. ഈ കാണുന്ന കാർണിവൽ ക്യൂബ്സിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. പിന്നെ ഒരു വെറൈറ്റി ഗെയിമാണ് ഈ കാണുന്ന സ്നോബോൾ ടോസ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആ കാണുന്ന ഇതിനെയൊക്കെ നമ്മൾ ബോൾ കൊണ്ട് എറിഞ്ഞ് തള്ളിയിട്ടാൽ നമുക്ക് ബോണസ് പോയിൻ്റ് കിട്ടുന്നതാണ്. അത് നമ്മുടെ ക്യാഷായിട്ട് നമ്മുടെ കാർഡിൽ കൺവേർട്ട് ആകുന്നതാണ്. 100 രൂപയാണ് ഈ ഗെയിമിന് ചാർജ് വരുന്നത്. ഈ കാണുന്നത് കുഞ്ഞു കുട്ടികളുടെ ഗെയിമിംഗ് സെക്ഷനാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കളിക്കാവുന്നതാണ്. ഓരോ ഗെയിംസിനും 80-100 രൂപയ്ക്കാണ് ഇവിടുത്തെ റേറ്റ് വരുന്നത്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നല്ല കളർഫുൾ ഗെയിംസാണ് അവരിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഓഗ്മെൻറ്റഡ് വാൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 150 രൂപയാണ് ചാർജ് വരുന്നത്. ഫണ്ടൂറയിൽ വരുന്നവർക്ക് കയ്യിലെ ക്യാഷും അതുപോലെ സമയവും പോണത് അറിയത്തേയില്ല. അമ്മാതിരിയുള്ള ഗെയിംസാണ് ഇവരിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നോക്കി കളിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലെ ക്യാഷ് പോകുന്ന ഒരുപാട് ഗെയിംസ് ഇവിടെ ഉണ്ട്. സൂക്ഷിച്ച് കളിക്കുക. എനിക്ക് വളരെയധികം വെർഫുള്ളായിട്ട് തോന്നിയൊരു ഗെയിംസാണ് ഈ കാണുന്ന വീഡിയോ ഗെയിം. കാർ റൈസാണ്. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. മോനും വൈഫും കൂടിയാണ് അതായിരുന്നു കളിക്കുന്നത്. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 130 രൂപയാണ് ഇതിന് ചാർജ് വരുന്നത്. മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആ കളിക്കുമ്പോൾ സമയത്ത് തന്നെ നമുക്ക് കണ്ടോ കംപ്ലീറ്റ് മൂവ് ആവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒറിജിനലായിട്ട് കാറൊക്കെ ഓടിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. അടിപൊളിയാണ് ഗൈസ്. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് ഈ കുതിര സവാരി. 200 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഈ കാണുന്ന ഗൺ ഷൂട്ട് ഗെയിമിന് റേറ്റ് വരുന്നത് 100 രൂപയാണ്. വീഡിയോ ഗെയിമിങ്ങിന് വേണ്ടി നല്ലൊരു ഏരിയ തന്നെ ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ എല്ലാം കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി മോൻ്റെ കൂടെ ഒരു ഗെയിം കളിക്കാമെന്ന്. അങ്ങനെ ഞാനും മോനോട് ആ ഗെയിം കളിച്ചു. കാർ റേസിംഗ് വളരെയധികം ഇഷ്ടമുള്ളൊരു ഗെയിമാണ് എനിക്ക്. അങ്ങനെ മോൻ്റെ കൂടെ ഞാൻ കാർ റേസിംഗ് കളിച്ചു. 120 രൂപയാണ് ഈ ഗെയിമിന് ചാർജ് വരുന്നത്. ഈ കാണുന്ന ഗെയിമിന് ചാർജ് വരുന്നത് വെറും 80 രൂപ മാത്രമാണ്. ഈ കാണുന്ന എസ്കേപ്പിംഗ് ഗെയിമിനും ചാർജ് വരുന്നത് വെറും 80 രൂപ മാത്രമാണ്. രൂപയാണ് പുൾ മൈ ഫിംഗർ ഗെയിമിങ്ങിനും ചാർജ് വരുന്നത്. പവർ റോൾ ഗെയിമിങ്ങിന് ചാർജ് വരുന്നത് 90 രൂപയാണ്. 2025 മാർച്ച് മാസത്തിലെ റേറ്റാണ് ഞാൻ പറയുന്നത്. ചാർജുകൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. ടാർഗറ്റ് ബ്രാവോ ഈ ഗെയിമിന് ചാർജ് വരുന്നത് 90 രൂപ മാത്രമാണ്.
ഈ ഗെയിമിന് ചാർജ് വരുന്നത് വെറും 100 രൂപ മാത്രമാണ്. മോന് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഗെയിമാണ്. അങ്ങനെ ഞാനും മോനുമായിട്ട് ആ ഗെയിം കളിച്ചു. വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ളൊരു ഗെയിമായിരുന്നു ഗൈസ്. ഒരു രക്ഷയില്ല, സൂപ്പറായിരുന്നു. എൻ്റെ മോൻ എപ്പോൾ ഫണ്ടൂറയിൽ വന്നാലും അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും എപ്പോഴും കളിക്കുന്ന ഒരു ഗെയിമാണ് ഇതായി കാണുന്ന ബൈക്ക് റൈസ്. 100 രൂപയാണ് ചാർജ് വരുന്നത്. ആ ബൈക്കിൻ്റെ മേളിലൊക്കെ ഇരുന്ന് കളിക്കുമ്പോൾ നല്ല ഫീലാണ്. നമ്മൾ ഒറിജിനലായിട്ട് ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീലാണ്. കണ്ടോ, ആ ഒരു മൂവിങ്ങൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഫീലാണ്. മോന് ഭയങ്കര ഇഷ്ടമാണ് ആ ഗെയിം. അങ്ങനെ ആശാന്ത കളിച്ചു, ഒന്നാമതെത്തി. മോൻ നല്ല ഹാപ്പിയായി. ഫണ്ടൂറയിൽ കയറി വരുന്നിടത്ത് തന്നെ കാണുന്നൊരു ഗെയിമാണ് ഇതായി കാണുന്ന ഡ്രോപ്പ് ആൻഡ് ട്വിസ്റ്റ്. ഇതിന് ചാർജ് വരുന്നത് 150 രൂപയാണ്. തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഗെയിമാണിത്. 275 രൂപയാണ് ഈ കാണുന്ന ഗെയിമിന് ചാർജ് വരുന്നത്. മിക്ക ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നൊരു ഗെയിമാണ് ഈ കാണുന്ന ക്രൈസി കാർ. ഒരാളാണെന്നുണ്ടെങ്കിൽ 120 രൂപയും 2 പേരാണെങ്കിൽ 150 രൂപയുമാണ് ചാർജ് വരുന്നത്. പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, 130 സെൻറ്റിമീറ്ററിന് മുകളിൽ ഹൈറ്റുള്ളവർക്ക് മാത്രമേ ഈ ഗെയിം കളിക്കാൻ പറ്റത്തുള്ളൂ. ഈ കാണുന്ന ടോപ്പ് ഡാൻസർ ഗെയിമിന് റേറ്റ് വരുന്നത് 150 രൂപയാണ്. ഈ കുഞ്ഞു കുട്ടികളുടെ ഗെയിമിന് റേറ്റ് വരുന്നത് 130 രൂപയാണ്. ബലൂൺ വീലിന് റേറ്റ് വരുന്നത് 130 രൂപയാണ്. മസ്റ്റ് ഐറ്റം, ട്രൈ ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെയാണിത്. എനിക്കിഷ്ടപ്പെട്ടു ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ ക്യാഷിന് വളരെയധികം വെർഫുള്ളായിട്ടൊരു ഐറ്റമാണ് ഇതായി കാണുന്ന റിവേഴ്സ് ടൈം. 150 രൂപയാണ് ചാർജ് വരുന്നത്. ഹാമർ വെച്ച് അടിക്കുന്ന ഈ ഗെയിമിന് ചാർജ് വരുന്നത് വെറും 100 രൂപ മാത്രമാണ്. കുട്ടികളോടൊത്തൊക്കെ ഗെയിമൊക്കെ കളിച്ച് തളരുമ്പോൾ നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി കോഫി ബാറൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയാണത്. അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് കണ്ടോ ഈ കാണുന്ന രീതിയിലൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. കോഫിയൊക്കെ മേടിച്ച് ഇതിനകത്തിരുന്ന് താഴത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് കുടിക്കാനൊക്കെ പറ്റും. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ പോപ്കോൺ കൗണ്ടറും ഉണ്ട്. അവിടെ നിന്ന് പോപ്കോണൊക്കെ വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. ഫണ്ടൂറയിൽ ഇനിയും ഒരുപാട് റൈഡുകൾ നമുക്ക് പരിചയപ്പെടാനുണ്ട്. എൻ്റെ പൊന്നു മച്ചാന്മാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പിന്നെ മാക്സിമം ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലുടൻ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയും പുതിയൊരു സ്പോട്ടുമായി കാണും വരെ ട്രിവാൻഡ്രം രമേശ സൈനിങ് ഓഫ്.